ഹായ് ഫ്രണ്ട്സ്, വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്ന ആർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നത് 54 കിലോ വരുന്ന സെമി വാലിയുടെ ഒരു ഹോൾസെയിൽ ബാഗാണ്. 54 കിലോ ആണ് ഇതിന്റെ ഈ ഒരു ബാഗ് വരുന്നത്. ഈ ഒരു ഹോൾസെയിൽ തയ്യൽ ബിസിനസ്സിലൂടെ നമുക്കറിയാം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് അല്ലെ. അപ്പോൾ ഇത് എങ്ങനെ ഒരു ഹോട്ടൽ ബ്ലെൻഡ് ആയിട്ട് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പൊ 54 കിലോ വരുന്ന ഒരു ഫുൾ സെമി വാലിയുടെ ഈ ഒരു ബാഗ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇതിപ്പോ ഒരു 54 കിലോയുടെ ബാഗാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് കുറച്ചും കൂടെ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു 54 കിലോ മാത്രം നമുക്ക് ഹോട്ടൽ ബ്ലെൻഡ് ആയിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് വീട്ടിലിരുന്ന് ഹോട്ടൽ ബ്ലെൻഡ് ആയിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സെമി വാലിയുടെ കൂടെ വേറൊരു ബ്രാൻഡും കൂടെ നമുക്ക് ചേർക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചേർക്കേണ്ടത് മയൂരയുടെ RD ഗ്രേഡിലുള്ള ബ്രാൻഡാണ്. ഇത് മയൂര RD ആണ്. അപ്പൊ ഇത് 38 കിലോ, ഇത് 54 കിലോ ആകുമ്പോഴത്തേക്കും ഇതിന്ന് നമുക്ക് ഒരു 14 കിലോ ബാക്കി വെച്ചതിന് ശേഷം 38 കിലോ ആണ് നമ്മൾ ഈ ഒരു ബാഗിൽ ഫുൾ ബാഗിൽ നമ്മൾ എടുക്കേണ്ടത്. ഇത് 38 കിലോ ഫുൾ ബോക്സ് ആയിട്ട് നമുക്ക് എടുക്കാം. ഞാൻ ഏകദേശം ഒരു രൂപമാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്, കാരണം നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കുക, 38 കിലോയുടെ ഒരു ഫുൾ ബോക്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ ഒരു 54 കിലോയുടെ ബാഗിൽ നിന്ന് നമ്മൾ ഒരു 38 കിലോ എടുത്തതിന് ശേഷം ബാക്കി 14 കിലോ ഈ ഒരു ബാഗിൽ തന്നെ വെക്കുക. ഇത് RD ഗ്രേഡിൽ വരുന്ന തേയിലയാണ്. മയൂരയുടെ ബ്രാൻഡാണ് എടുത്തിരിക്കുന്നത്. കാരണം നല്ല ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമുക്ക് നല്ല ക്വാളിറ്റി കിട്ടിയാലേ നമ്മുടെ വരുമാനം അനുസരിച്ച് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് രണ്ടും നമ്മൾ എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മൾ ബാഗുകളിലാക്കിയിട്ട് കൊടുക്കാൻ പോകുന്നത്. ഇവരുടെ ഒരു 54 കിലോയുടെ ഒരു ബാഗ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവരുടെ ഇന്നർ വന്നതിനുള്ള കട്ടി കുറവാണെന്ന് വേണം പറയാനായിട്ട്. കട്ടി കുറവാണ് ഈ ഇന്നറിന്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞിട്ട് വേണം നമുക്ക് നോക്കണം ആദ്യം ഇതിന്റെ ക്വാളിറ്റി ഒക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ ഇതുപോലെ നോക്കണം. സെമിവാലിക്ക് ഇത് ഇത്തിരി വെള്ളപ്പൊട്ടൊക്കെ കാണുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് ഹോട്ടൽ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഏറ്റവും നന്നായിട്ട് ഇത് നമുക്ക് എടുത്ത് ഹോട്ടൽ ബ്ലെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊരു ബാലൻസ് ഇതിനകത്ത് ഒരു 14 കിലോ ബാലൻസ് വെച്ച് വെച്ചാൽ മതി. ബാക്കി പോയിട്ടുള്ളത് നമ്മൾ 38 കിലോ മയൂര RDയുടെ കൂടെ തന്നെ ചേർക്കേണ്ടതാണ്. ഇതിന്റെ കൂടെ ഒരു FD ഗ്രേഡും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഒരു 10 കിലോ നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ FD ഗ്രേഡ്. കാരണം തീരെ പൊടി വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമ്മൾ തീരെ പൊടിയായിട്ട് ചേർക്കാത്തത്. പക്ഷെ കളർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഇന്നാള് കാണിച്ചതുപോലെ കളർ വ്യത്യാസമുണ്ട്. അപ്പൊ നന്നായിട്ട് ഇതുപോലുള്ള ഒരു സ്റ്റീൽ പാത്രം കൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. വ്യത്യാസം വരാൻ പാടില്ല, കളറിനകത്ത് വ്യത്യാസം വരും. രണ്ടും രണ്ടായിട്ട് കിടക്കരുത്, ഒരൊറ്റ കളറാക്കി എടുക്കാനായിട്ടാണ് നോക്കേണ്ടത് പരമാവധി. ബ്ലെൻഡിങ് കറക്റ്റ് ആയിരിക്കണം. സാവകാശം ചെയ്താൽ മതി, ഒത്തിരി ധൃതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ലാഭം സാധാരണ 40 രൂപയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കിലോയിന്മേൽ ഒരു 60-70 രൂപ വരെ ഏകദേശം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നോക്കണം. എന്നിട്ട് ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കണം. ബ്ലെൻഡ് ചെയ്ത് നമ്മളൊരു ബാഗ് നിറച്ചു വെച്ചിരിക്കുകയാണ്. ഇത് വീട്ടിലിരുന്ന് തന്നെ വീട്ടമ്മമാർക്കും യുവതി യുവാക്കൾക്കും ചെയ്യാവുന്ന വളരെയധികം വരുമാനം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വരുമാന മാർഗമാണ്. കാരണം ലൂസ് തേയില എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. 1-2 ദിവസം വരുന്ന ചീത്തയായി പോണ ഒരു സാധനമല്ല ഈ ഒരു തേയില എന്ന് പറയുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇതൊരു 6 മാസം 1 വർഷം വരെയൊക്കെ നമ്മൾ വളരെയധികം സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് ഇതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മളൊരു ബാഗിനകത്ത് നമ്മളോട് ഒരു ഓർഡർ തന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ബാഗിനകത്ത് ഇപ്പൊ നിറച്ചു വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ടാറ്റയുടെ ഒരു അടിപൊളി ബ്രാൻഡ് എടുത്തിട്ടുണ്ട്. വരും വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ബ്രാൻഡ് പരിചയപ്പെടുത്തും. നിങ്ങൾക്കും വീട്ടിലിരുന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ ആ ഒരു ബ്രാൻഡ് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണ്. അപ്പൊ ഈ ഒരു ബാഗിനകത്ത് നമ്മൾ ഫുള്ളാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് തേയില നമ്മൾ കറക്റ്റ് ആയിട്ട് ചായക്കടയിനെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ വളരെയധികം നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെയാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെയധികം നല്ല ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് അവർ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു ഫുൾ 35 കിലോ വരുന്ന ഒരു ബാഗാണ് ഇത്. ഈ ഒരു 35 കിലോയുടെ ബാഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ വീട്ടിൽ നിങ്ങൾ ചെറിയ രീതിയിൽ നിങ്ങൾ ബിസിനസ് ആരംഭിച്ച് കഴിയുമ്പോഴല്ല നിങ്ങൾക്ക് നാളെ വലിയ രീതിയിലൊക്കെ ഓർഡർ വരും. ആ വലിയ രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ
70 കിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 100 കിലോ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഓർഡർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഓർഡർ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു 4000-5000 രൂപ ആ ഒരു ഒറ്റ ഓർഡറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഈ ഒരു ബാഗ് എന്ന് പറയുന്നത് നമുക്കറിയാം കറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് നല്ല രീതിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഞാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കുടുംബാംഗങ്ങളുടെ അടുത്ത് പ്രേക്ഷകരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നല്ല രീതിയിൽ നമ്മളെ തേയില പുറത്തേക്ക് പോകാത്ത രീതിയിൽ നന്നായിട്ട് നമ്മൾ മെഷീനിൽ വേണം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ എന്നുള്ളത്. അപ്പൊ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു സ്റ്റിച്ചിങ് മെഷീൻ എന്ന് പറയുന്നത്. ഈ റെവോ എന്ന് പറഞ്ഞ എഴുതിയേക്കണതിന്റെ ഈ ഒരു കമ്പനിയുടെ മെഷീനാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്ന വെച്ചാൽ ഞാനിത് ടാഗ് ചെയ്തേക്കാം, വീഡിയോയിൽ ഞാനിത് കറക്റ്റ് ആയിട്ട് ടാഗ് ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ഒരു സ്റ്റിച്ചിങ് മെഷീൻ ഒക്കെ എടുക്കുവാണെങ്കിൽ 100% വീട്ടിലിരുന്ന് തന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓരോരുത്തർ ഓർഡർ തരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഓർഡർ ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്ന വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ബ്ലെൻഡ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റിച്ച് മെഷീൻ. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു സ്റ്റിച്ചിങ് മെഷീൻ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ സൂചി നമ്മൾ കൈയും അതോടൊപ്പം നമ്മുടെ ഡ്രസ്സൊന്നും ഒരു കാരണവശാലും ഇതിനകത്തേക്ക് പോകാനായിട്ടുള്ള ഇട വരരുത്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ വളരെയധികം സൂക്ഷിച്ച് വേണം മെഷീനൊക്കെ യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതുപോലൊരു മെഷീൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. കാരണം ഇത് വെച്ച് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ബാഗുകളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തീർക്കുവാണെങ്കിൽ നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഷീൻ തന്നെയാണ്. ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഇത് ടാഗ് ചെയ്തേക്കാം. നിങ്ങൾ എടുക്കുമ്പോൾ കംപ്ലൈന്റ് ആയിട്ട് നിങ്ങളുടെ പൈസ വെറുതെ ഡെഡ് മണി ആയിട്ട് പോകുന്ന പ്രൊഡക്റ്റ് ഒന്നും പോയി എടുക്കാതെ ഇതുപോലുള്ള ക്വാളിറ്റിയുള്ള സാധനം തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ ഒരു ബാഗ് ഫുള്ളായിട്ട് നമ്മളിപ്പോ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ കുറച്ച് ടൈറ്റ് ആണ്, കാരണം ഇതിന് റെഡ് ഡസ്റ്റ് ആയത് കാരണം ഉണ്ടല്ലോ ഇതിനകത്ത് ഇതിന്റെ ഉള്ളിലുള്ള ഈ ഇന്നറൊക്കെ നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഉള്ളിലേക്ക് ഇറക്കി വെക്കണം. കാരണം എങ്കിൽ മാത്രമേ ഈ തേയില പോകാതെ ഇരിക്കുള്ളൂ. എന്നിട്ട് വേണം നമ്മളത് ടൈറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ ഒരു ബാഗ് നമ്മൾ നല്ലതായിട്ട് തിക്കായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ ഒന്ന് തിക്കി കൊടുക്കണം കറക്റ്റ് ആയിട്ട്. എന്നിട്ട് ഇതുപോലെ കോർണറിൽ ഇങ്ങനെ പിടിച്ച് ഇത് കറക്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ എടുത്ത്, കാരണം ഇത് നമ്മൾ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഈ തേയില നമുക്ക് സ്റ്റിച്ച് ചെയ്താലും കവർ ലൂസായിട്ട് പുറത്തേക്ക് വരാതിരിക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പൊ നിങ്ങൾക്ക് 35 കിലോയുടെ ഒക്കെ ഓർഡർ കിട്ടുമ്പോൾ ഇതുപോലുള്ള ഒരു മെഷീൻ എടുത്ത് നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാനായിട്ട് വിട്ടുപോയി, കാരണം വെച്ചാൽ ഇവിടെ ഒരു ഓയിൽ ക്യാൻ പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു മെഷീന്റെ. ഞാനിപ്പോ ഇതൊരു 10-15 വർഷത്തിന് മുകളിലായിട്ട് ഞാൻ ഈ ഒരു കമ്പനിയുടെ ഈ ഒരു മെഷീൻ യൂസ് ചെയ്യണതാണ്. നിങ്ങൾ എല്ലാ മെഷീൻസും നിങ്ങൾ പെട്ടെന്ന് പോയി മേടിക്കരുത്. കാരണം എന്താ വെച്ചാൽ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ അവർ പറയും നിങ്ങളുടെ അടുത്ത് നല്ല ക്വാളിറ്റി തരാം അങ്ങനെയാണെന്ന് പറയാം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭാവിയിലും ഇത് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തത്. അപ്പൊ ഇത് ഈ ഒരു ഓയിൽ ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഓയിൽ ഫില്ല് ചെയ്യണം കേട്ടോ. ഇതിവിടെ ഒരു ക്യാപ്പ് പോലെ ഉണ്ടാവും. ഈ ഒരു ക്യാപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് എടുത്തതിന് ശേഷം ഇവിടുത്തെ ഈ ഒരു ഹോളിനകത്താണ് നമ്മൾ ഈ ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു സ്റ്റിച്ചിങ് ഓയിൽ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആയാലും മതി, നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ ഈ എഞ്ചിൻ ഓയിലൊക്കെയാണ് നമ്മൾ മേടിച്ചു നോക്കുകയാണെങ്കിൽ ഒരു 1/4 ലിറ്ററിന്റെ ഒക്കെ എഞ്ചിൻ ഓയിൽ മേടിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഓയിൽ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഒഴിച്ചു കൊടുത്താൽ മാത്രം പോലെ ഇതുപോലെ ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്പ്രിങ് ഉണ്ട്, ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രം ഇത് ഓയിലാണ് ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ സൂചിയും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവം, അതിനകത്ത് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് നാളായി, പക്ഷെ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൗണ്ട് കേൾക്കും. ഈ നമ്മൾ ഓയിലൊന്നും ഒഴിക്കാതെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നല്ല സൗണ്ട് കേൾക്കും. അപ്പൊ അതുണ്ടാവാതിരിക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനകത്തൊക്കെ ഓയിലൊക്കെ മേടിച്ച് ഒഴിക്കുക. പിന്നെ ഇതിന്റെ നൂലാണ് ഇവിടെ വരുന്നത്. ഇത് അടുത്ത ദിവസം ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചാൽ മതി. അടുത്ത ദിവസം ഈ നൂല് എങ്ങനെയാണ് ഇതിനകത്തേക്ക് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് കാണിച്ചു തരുന്നതായിരിക്കും. ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ചിങ് മെഷീൻ എടുത്ത് ഇത് കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അടുത്തത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടാണ് നോക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ ഈ നൂല് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ സ്റ്റിച്ചിങ് പൂർത്തിയായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ തേയില ഒന്നും പുറത്തേക്ക് വരില്ല. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. ഒരു 35 കിലോ കണ്ട ഇതുപോലെ നിങ്ങൾക്ക് എടുക്കാം. സുഖമായിട്ട് ഇങ്ങനെ എടുത്ത്
അവര് ഓർഡറൊക്കെ തരുമ്പോൾ വെച്ചാൽ അവര് സാധാരണ നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പറയുകയാണ് ചെയ്യണത്, ഇവിടെ വന്ന് എടുത്തോളാന്നായിരിക്കും അവർ പറയുന്നത്. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് ഈ ഒരു ഓർഡർ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല രീതിയിൽ RD ഗ്രേഡ് ഇട്ടാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. ചായക്കടയാണ് നിങ്ങളോട് ചോദിക്കുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഗ്രേഡ് മയൂരിയുടെ RD ചേർക്കാനായിട്ട് നിങ്ങൾ മറന്നു പോരുത്. മയൂരിയുടെ RD ഗ്രേഡ് ചേർക്കണം. ഇനി അതിൽ നിങ്ങൾക്ക് ABTയുടെ RD ആയാലും സൂര്യനെല്ലിയുടെ RD ആയാലോ PD ആയാലോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ക്വാളിറ്റിയുള്ള ബ്രാൻഡാണ്. ഇതിന്റെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. ഇതുപോലെ ഒരു 35 കിലോയുടെ ഒക്കെ ബാഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വെച്ചിട്ട് ഇനി ഇതിന്റെ പുറത്താണ് നമ്മുടെ ആ ഒരു ലേബൽ വരേണ്ടത് അല്ലെ. നമ്മുടെ FSSAIയുടെ രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പ്രിന്റ് ചെയ്യേണ്ടത് ഒരു ലേബലായിരിക്കും. നിങ്ങൾ സ്റ്റിക്കർ ആയിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇതിന്റെ പുറത്ത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അഡ്രസ്സ് കാര്യങ്ങളെല്ലാം വളരെയധികം പ്രിന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് ഇതുപോലെ ഒരു 35 കിലോ ഒക്കെ ബാഗൊക്കെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് വീട്ടമ്മമാർക്കും യുവാക്കൾക്കും വളരെയധികം വരുമാനം നേടാൻ വീട്ടിലിരുന്ന് തന്നെ പാക്ക് ചെയ്ത് കുടുംബത്തോടൊപ്പം തന്നെ നല്ല രീതിയിൽ വരുമാനം നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുന്ന ഒരു ബിസിനസ് മേഖലയാണ്. തീർച്ചയായിട്ടും അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.